ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അങ്ങനെ നമ്മുടെ ശരണ്യയുടെ അമ്മയും ഒക്കെ അലീനയും ബാലചന്ദ്രന്റെ മക്കളെ എല്ലാത്തിനെയും മനസ്സിലാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. നല്ല മനുഷ്യരാണെന്നൊക്കെ അവിടെ ചെന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ അലീനയെ പരിചരിച്ച് ഒരു ഗതിയാക്കി മാറ്റുകയാണ് കേട്ടോ. കാരണം അലീനയ്ക്ക് ഇങ്ങനെ അടങ്ങി ഇരുന്ന ഒരു ശീലമൊന്നും ഇല്ലല്ലോ. പനിയൊക്കെ വന്നാലും അലീന അത്യാവശ്യം സ്വന്തമായ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ച് പിന്നെ പൊടിക്കൈയിലൂടെയൊക്കെ പനിയൊക്കെ മാറ്റിക്കൊണ്ടിരുന്ന സ്ഥാനത്താണ് ഇപ്പം അലീനയെ അവിടെ പരിചരിക്കാൻ ആൾക്കാരും അതുപോലെ മെഡിസിനും ഒക്കെ കഴിച്ച് സത്യത്തിൽ അലീന ഇപ്പൊ ഒരു വഴിക്കായി. അങ്ങനെ അലീന ഇനിയിപ്പം നാളെ പനിയൊക്കെ മാറിയല്ലോ, അപ്പൊ അതുകൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്നൊരാഗ്രഹം. എത്രയെന്ന് പറഞ്ഞോണ്ടാ പെരക്കകത്ത് ഇങ്ങനെ അടച്ചു പൂട്ടിയൊക്കെ കിടക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അലീനയ്ക്ക് അങ്ങനെ ശീലമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അലീന എന്ത് ചെയ്യുന്നു, കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തൊക്കെ തലമുടിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് റൂമിനകത്തുനിന്ന്. അപ്പോഴാണെങ്കിൽ അടുക്കള ഭയങ്കര പാചകമാണ് ബബിതയും നമ്മുടെ കൃഷ്ണമോളും ഒക്കെ ചേർന്ന്. പിന്നെ അവിടെ എന്തോ വൃത്തിയാക്കലും തൂത്തു തുടക്കലും ഒക്കെ ആയിട്ട് രോഹിത്തും ഉണ്ട്. രോഹിത്ത് പുറംപണി ചെയ്യുന്നത് പോലെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന ഇറങ്ങി വന്നതും ബബിതയും കൃഷ്ണമോളും കാണുകയാണ്. അപ്പം ആദ്യം കാണുന്നത് ബബിത തന്നെയാണ് കേട്ടോ. അപ്പം ബബിത വന്നിട്ട് ചോദിച്ചു, ഇതെങ്ങോട്ടായി പോകുന്നത്, അല്ല ആരോട് ചോദിച്ചിട്ടാ ഇറങ്ങി വന്നത്? റൂമിനകത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ കൃഷ്ണമോളോടോ അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് താൻ ആരോടെങ്കിലും അനുവാദം ചോദിച്ചോ? കൃഷ്ണമോളോട് അനുവാദം ചോദിച്ചോ? എന്നോട് അനുവാദം ചോദിച്ചോ? അത് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ കൃഷ്ണ വന്നു കേട്ടോ. കൃഷ്ണ വന്നിട്ട് എന്താ ഇവിടെ? അയ്യാ, അലീന ചേച്ചി എന്താ പറ്റി ഈ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്? അല്ല, അലീന ചേച്ചിയുടെ അസുഖമൊക്കെ മാറിയോ? അത് പിന്നെ മോളെ, എന്റെ അസുഖമൊക്കെ മാറി. ഇനിയിപ്പോ എനിക്ക് കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എത്ര ദിവസമായി ഞാൻ കുളിച്ചിട്ട്? നേരെ ജോയി ഇതിലെ കൂടെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് എത്ര ദിവസമായി? ഇപ്പോഴേ എനിക്ക് പനിയൊന്നുമില്ല, അതുകൊണ്ട് പതുക്കെ ഞാൻ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാന്ന് പറയുമ്പം ആരോട് ചോദിച്ചിട്ട് ഇറങ്ങിയത്? ബബിത ചേച്ചി പറഞ്ഞതല്ലായിരുന്നോ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ എന്നോടോ ബബിത ചേച്ചിയോടോ അനുവാദം ചോദിക്കണമെന്ന്? ഇവരോട് ആരോടും ചോദിക്കാതെ ഇറങ്ങി വന്നേക്കാല്ലോ. എന്താ തോന്നിവാസം കാണിക്കാനാണോ തീരുമാനം മോളുടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, തോന്നിവാസം കാണിച്ചൊന്നും അല്ല മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കിപ്പോ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഇല്ല. പനി പൂർണ്ണമായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നേ. ഇനി ആ മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാലേ എനിക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വരുന്നത്. അതുകൊണ്ട് സാരമില്ല, ഞാനൊന്ന് ഇതിലെ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് ഒന്ന് കിച്ചണിൽ കയറി ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുമ്പോഴത്തേക്കും മാറാന്നുള്ളതേ ഉള്ളെന്ന് പറഞ്ഞപ്പം ആര് പറഞ്ഞു കിച്ചണിൽ കയറാനും കാപ്പി ഇടാനും? ഇവിടെ കിച്ചണിൽ കയറാനും കാപ്പി ഇടാനും ഞാനും ബബിത ചേച്ചിയൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ബബിത പറഞ്ഞു, പറയുന്നത് കേട്ടനുസരിച്ച് മര്യാദയ്ക്ക് നിന്നോണം, പറഞ്ഞേക്കാം. അല്ല, ഇവിടെ വലിയ ഭരണം നടത്തുന്നുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. രോഹിത്തിനെ തിരിയാൻ സമ്മതിക്കുന്നില്ല, അനങ്ങാൻ സമ്മതിക്കുന്നില്ല, അതുപോലെ തന്നെ എല്ലാവരെയും. എന്നിട്ട് ഇപ്പം തന്നോട് പറയുമ്പോഴത്തേക്കും തനിക്ക് മാത്രം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ? ഞങ്ങൾ പറയുന്ന മര്യാദയ്ക്ക് കേട്ടോണം, പോ വിട്ടുപൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് തലയും കൊണ്ടും കൈയും കൊണ്ടൊക്കെ ഒരു ആംഗ്യം കാണിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയെ പേടിപ്പിച്ച് വിറപ്പിച്ച് ചൂണ്ടുവിരലയിൽ നിർത്തുകയാണ് ബബിത. അങ്ങനെ അലീന, ഈ പിള്ളേരുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടമുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ഞാൻ കുറച്ചു നേരം കൂടെ പോയി കിടക്കത്തുള്ളൂ, പിന്നെ ഞാൻ ഇതിലെ ഇറങ്ങി നടക്കൂ കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഏതു നേരം മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കാനായിട്ട്? നിങ്ങൾ ഇരിക്കുവോ എന്ന് പറയുമ്പോഴത്തേക്കും പറയണ്ട, ഒന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി. മര്യാദയ്ക്ക് കയറി പോകുന്നുണ്ടോ? മര്യാദക്ക് റൂമിനകത്ത് പോയി കിടന്നോണം. കുളിച്ചേക്കുന്നു. ആരോട് ചോദിച്ചിട്ടാ കുളിച്ചത്? തലയിൽ വെള്ളം താരില്ലേ? വെള്ളം താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പനി ഉണ്ടാവില്ലേ? ആരോട് ചോദിച്ചിട്ടാ കുളിച്ചതെന്നാ പറഞ്ഞത്. അപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് കുളിക്കാൻ തോന്നി, ഞാൻ കുളിച്ചു. അതിനിപ്പോ ആരോടെങ്കിലും ചോദിക്കണോ? ചോദിക്കണം. ഞങ്ങളല്ലേ ഇവിടെ നോക്കുന്നത്. ഇനി ഇങ്ങനെ പനിയൊക്കെ ഉണ്ടാക്കി വെച്ചാലേ ഇവിടെ നോക്കാൻ എനിക്ക് സൗകര്യമില്ല. പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയെ കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജേനെയാണ്. അപ്പൊ വൈജ റൂമിൽ ഇങ്ങനെ അടച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ. അലീന ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണല്ലോ. അങ്ങനെ റൂമിൽ അലീനയല്ല വൈജ ഇരിക്കുമ്പോഴത്തേക്കും വൈജ എന്തോ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് തന്റെ മുഖത്തെ പാടുകളും തന്റെ മുഖത്ത് ഉണ്ടായ, അതായത് ഇത്രയും ദിവസങ്ങളിൽ ഉണ്ടായ വ്യത്യാസങ്ങളും ഇങ്ങനെ കരിവാളിച്ചൊക്കെ കിടക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അലീന കയറി വരികയാണ് വൈജയുടെ അടുത്തേക്ക്. അപ്പൊ അലീന കയറി വന്നു. വേറെ ഒന്നിനും അല്ല വന്നത്, എന്തോ ആവശ്യമൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എന്തോ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വന്നതായിരിക്കും, അല്ലാതെ വെറുതെ നമ്മുടെ അലീന വൈജയുടെ മുറിയിലേക്ക് കയറി പോകുമല്ലോ. ചിലപ്പം വൈജ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാകാനും ചാൻസ് ഉണ്ട്. ഏതായാലും റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ, അല്ല നിന്റെ പനിയും തണ്ണമൊക്കെ കുറഞ്ഞോ? കള്ളപ്പനി
പിടിച്ചല്ലായിരുന്നോ നീ ഇവിടെ കിടന്നുകൊണ്ടിരുന്നത്? എടി ആരോട് ചോദിച്ചിട്ടാടി നീ ഇവിടെ ആ ശരണ്യയുടെ അമ്മേനെയൊക്കെ വിളിച്ചു വരുത്തിയത്? നീയോ ഇവിടെ ഒരു അധികപ്പറ്റാണ്. ഇനി ഇപ്പൊ നീയും കൂടെ ഓരോ ആൾക്കാരെ വിളിച്ച് കയറ്റിയിട്ട് ഇവിടെ കൂടുതൽ അധികപ്പറ്റുണ്ടാക്കാനാണോ എന്ന് ചോദിച്ചപ്പോ അവര് എന്നെ കാണാൻ വേണ്ടി വന്നതാ. അവരെന്ത് അധികപ്പറ്റ ഇവിടെ വന്ന് ഉണ്ടാക്കിയത്? അവര് ഇവിടെ വന്നു, ഒരു ചായ കുടിച്ചു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അത് ഞങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഞാനും കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. ബബിതയും അച്ഛനും കൃഷ്ണമോളും ഒക്കെ കൂടി നിർബന്ധിച്ചിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു. അതിന് അതിനിപ്പം എന്താ തെറ്റിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തെറ്റെന്താ ഇരിക്കുന്നതെന്നോ, എന്റെ മോനെ ജയിലിൽ പോയി കിടന്നത് ആര് കാരണാ? അവള് കാരണല്ലേ? അവള് കള്ളത്തരം പറഞ്ഞിട്ടല്ലേ എന്റെ മോന് കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്. അത് വലിയൊരു കുറ്റം തന്നെയാ അവര് ചെയ്തത്. ദേ അതുങ്ങളെ എങ്ങാണം വിളിച്ചിനി വീട്ടിനകത്ത് എങ്ങാണം കയറ്റാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ, എന്താ മേഡം എന്തിനാ എന്നോടുള്ള ദേഷ്യം മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത്? മേഡത്തിനോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ എന്നോട് തെറ്റല്ലേടി ചെയ്തിട്ടുള്ളൂ, നീ എന്നോട് തെറ്റു മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ, നീ എന്തെങ്കിലും ശരി എന്നോട് ചെയ്തിട്ടുണ്ടോ? ഈ വീട്ടിൽ വന്നത് തെറ്റ്, അതുപോലെ നീ ബാലചന്ദ്രന്റെ മകളാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞുകുത്തി നടക്കുന്നത് തെറ്റ്, അതുപോലെ തന്നെ നീ കാരണം ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അടിയുണ്ടായത്? ഈ വീട്ടിൽ സമാധാനം ഉണ്ടോടി നീ കാരണം? നീ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെയാ കഴിഞ്ഞതെന്ന് നിനക്കറിയാമോ? സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. എന്റെ മക്കള് ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ നിൽക്കുകയായിരുന്നു. അവരെ എന്തൊക്കെയോ കൈവശവും തന്ത്രവും കൈമന്ത്രവും ഒക്കെ കാണിച്ചിട്ട് നീ വശത്താക്കി വെച്ചേക്കുക. ആദ്യം അവരുടെ അച്ഛനെ വശത്താക്കി, ഇപ്പം മക്കളെ വശത്താക്കി. അങ്ങനെ ഓരോരുത്തരായിട്ട് നിന്റെ വശത്ത് വരുന്നതിന്റെ അഹങ്കാരമല്ലേടി നിനക്ക്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അഹങ്കരിച്ചോ കൂടിപ്പോയാല് നീ ഈ വീട്ടിൽ ഒരു മാസത്തിൽ കൂടുതലൊന്നും ഇനി തികയ്ക്കാൻ പോകുന്നില്ലടി. നിന്റെ അഭ്യാസങ്ങളൊക്കെ തീരാൻ പോവാടി, നോക്കിക്കോടി എന്ന് പറഞ്ഞപ്പം, എന്തിനാ മേഡം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി തുടങ്ങുന്നത്? മേഡത്തിനോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി, ഞാൻ ഇവിടെ ഒരു സെർവന്റ് ആയിട്ടല്ല വന്നത്, ഞാൻ ഇവിടെ ഒരു ഹോം നേഴ്സ് ആയിട്ട് വന്നു. ആ ഹോം നേഴ്സ് ആയിട്ട് വന്ന് മുത്തശ്ശീനെ നോക്കാൻ നിന്നു. ഞാൻ അതല്ലേ ചെയ്തത്, അല്ലാതെ വേറെ എന്ത് തെറ്റാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത്? ഇപ്പം കൃഷ്ണമോൾക്കും ബബിതയ്ക്കും അതുപോലെ തന്നെ രോഹിത്തിനും ഒക്കെ മനസ്സിലായി എന്റെ കയ്യിൽ തെറ്റില്ലെന്ന്. അതുകൊണ്ടല്ലേ അവരിപ്പം എന്നെ ചേർത്ത് പിടിക്കുന്നത് സ്വന്തം ചേച്ചിയെ പോലെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ ഒരു ദിവസം പോലും എന്നെ വിളിച്ചോണ്ട് വരരുത്. അതും പ്രത്യേകിച്ചും മേഡം എന്നെ തിരക്കിക്കൊണ്ട് ഞാൻ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ദിവസം പോലും പിന്നെ എൻ്റെ അടുത്ത് വരാൻ പാടില്ല. ഈ വാക്കുകൾ അടിവരയിട്ട് മേഡം സൂക്ഷിച്ചു വെച്ചോ. കാരണം ഒരു ദിവസം മേഡം എന്നെ തിരക്കി വരുമെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വൈജു ചോദിക്കുക, എന്താടി നീ അങ്ങനെ പറഞ്ഞത്? ഓ, നിന്നെ തിരക്കി വരാൻ മാത്രം നീ ആരാ? ഒരിക്കലും ഞാൻ തിരക്കി വരത്തില്ല, എന്റെ പട്ടി വരും നിന്നെ തിരക്കി. പിന്നെ ഒരു ആരാട്ടിപ്പട്ടി ഉണ്ടല്ലോ നിന്റെ പുറകെ ആടി തൂങ്ങി നടക്കുന്നത്, എന്റെ കെട്ടിയവന്. ചിലപ്പോ അയാൾ വരുമായിരിക്കും നിന്റെ പുറകെ, ഞാൻ വരാൻ പോകുന്നില്ല എന്നൊരു പലീന പറഞ്ഞു. വേറെ ആരും വന്നില്ലെങ്കിലും മേഡം ഒരു ദിവസം എന്നെ തിരക്കി വരും മേഡം, അതെനിക്കറിയാം. അന്ന് ചിലപ്പം ഞാന് ഈ ഒരു അവസ്ഥയിലല്ലായിരിക്കും ഉള്ളത്. മാത്രമല്ല ഞാൻ മേഡത്തിന്റെ കൂടെ ചിലപ്പോൾ മേഡത്തിനെ കാണാൻ പോലും ഞാൻ തയ്യാറായെന്ന് വരില്ല. അന്ന് മേഡം ഒരുപാട് സങ്കടപ്പെടും എന്ന് പറഞ്ഞപ്പോ, നീ എന്നതാടി അവിടെ ഇവിടെ തൊടാതെ സംസാരിക്കുന്നത്? ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. മേഡത്തിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. മേഡത്തിന്റെ മനസ്സ് നിറയെ എന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ കാരണമാണ് മേഡം ഓരോ ദിവസവും ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് മേഡത്തിനോട് ഞാൻ സംസാരിക്കുന്നില്ല. മേഡത്തിന്റെ BP വെറുതെ ഞാൻ എന്തിനാ കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന വെളിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവളുടെ വിചാരം അവൾ ഈ വീട്ടിലെ എല്ലാം കൂടെ മറച്ചെടുത്ത് വെക്കുന്ന അവളാന്നാണ് അവളുടെ വിചാരം. അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലേ ശരിയാവില്ലല്ലോ. ഞാൻ എത്ര ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിയുടെ വില കൽപ്പിച്ച് ഇവിടെ നിൽക്കുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ അവളെ കുറിച്ച് പറയുമ്പോൾ 100 നാക്ക്. ഇപ്പം ദേ വന്ന് ബബിതയാണെങ്കിൽ ഈ റൂമിലേക്കൊന്നും വരുന്നുകൂടിയില്ല. മക്കൾക്ക് എന്നെ തിരക്കാൻ സമയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഫോൺ എടുത്ത് കമലേനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ കമലയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ വൈജ കമലേനെ വിളിക്കുന്നത്. അങ്ങനെ കമല ഫോൺ എടുത്തിട്ട് എന്താ വൈജ എന്ന് ചോദിച്ചപ്പം, അല്ല കമലയിടത്തേക്ക് ഇങ്ങോട്ടൊന്ന് വരാലോ, എന്താ ഇങ്ങോട്ടേക്കൊന്നും വരാത്തത്? ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരാനാ? അറിയാലോ നിനക്ക്. ദേ അവിടുത്തെ രോഹിത്തിന്റെ കൂടെ തന്നെ ജയിലിൽ കയറിയതാ എന്റെ മോനും. ഇപ്പൊ രോഹിത് വെളിയിലിറങ്ങി, എന്റെ മോന് ജയിലിൽ തന്നെ ഉള്ളത്. എനിക്ക് രോഹിത്തിനെ വന്ന് കാണാൻ എനിക്ക് പറ്റത്തില്ല. എന്റെ മോനെ എനിക്ക് ഓർമ്മ വരും. നിനക്കറിയാലോ അവൻ ജയിലിൽ കിടന്നപ്പോ എത്രമാത്രം വിഷമിച്ചു. ആ ഒരു വിഷമം തന്നെയാ എനിക്കിവിടെയും. അലീനയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിപ്പിക്കാൻ പറഞ്ഞിട്ട് നിനക്ക് അതിനും കഴിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, പിന്നെ ഇനിയിപ്പോ അവളെ കൊണ്ട് സംസാരിപ്പിച്ച് വേറെ പണിയില്ലേ? എന്റെ മോൻ രക്ഷപ്പെട്ടത് അവളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടാണെന്നാണോ നീ ഓർത്തിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെയൊന്നും അല്ല. എന്റെ മോൻ രക്ഷപ്പെട്ടതേ എന്റെ മോൻ തെറ്റ് ചെയ്യാഞ്ഞിട്ടാ.
അതെന്താ എന്റെ ഹരി തെറ്റ് ചെയ്തു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? വൈജയന്തി ചോദിച്ചപ്പം ഹരി തെറ്റ് ചെയ്തോ ചെയ്യാതിരിക്കോ അതൊന്നും എനിക്കറിയില്ല. പിന്നെ ദേ ആ അലീന ഉണ്ടല്ലോ, അവൾ ഇവിടെ എടുത്ത് തലയും കുത്തി വെക്കുക. അവക്കൊരു പനി വന്നെന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് അറിയാമോ കമലയിടത്തി? ഇവിടെ ഓരോരുത്തർ കിടന്ന് കാണിക്കുന്നത് കാണണം. എനിക്കൊരു അസുഖം വന്ന ആക്സിഡന്റ് ആയിട്ട് എന്നെ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരാ ഇപ്പം അലീനയുടെ പുറകെ. ആ കൂടെ ബബിതയും കൂടിയിട്ടുണ്ട്. രോഹിത്തോ അട്ട അട്ടക്കണക്കിന് ഇരിക്കുകയാണ്. അവൾ അടുത്ത് വരുന്നത് നോക്കി നോക്കിയാ നടക്കുന്നത്. അതുപോലെ സ്നേഹം മൂത്തിരിക്കുകയാണ് എല്ലാത്തിനും അവളോട്. അവൾ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കമല ചോദിച്ചു, ബബിതയോ? ബബിത അതിന് അവളുമായിട്ട്? അതും രോഹിത്തും ബബിതയ്ക്കും അവളെ കണ്ണിന് കണ്ടുകൂടായിരുന്നല്ലോ. ഇപ്പൊ രോഹിത്തിനും ബബിതയ്ക്കും അവളെ കണ്ണിന് കാണാം ഇപ്പം. അതുപോലെയാ, അളിഞ്ഞുകാറ്റമായിട്ട് നടക്കും എല്ലാം കൂടെ ഇവിടെ. നിനക്കിതൊന്നും അറിയത്തില്ലല്ലോ. അല്ല നിനക്കെന്നല്ല, സോറി, കമലയിടത്തേക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അല്ല മനു ഇവിടെ വന്നായിരുന്നല്ലോ. മനു മെഡിസിൻ കൊടുക്കാനാണെന്നോ അതിനാണെന്നോ ഇതിനാണെന്നൊക്കെയോ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അവനെയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്റെ പൊന്ന് കമലയിടത്തി എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് വെളിയിലാക്കിയില്ലെങ്കിൽ ദേ എന്റെ ആങ്ങളമാരോട് പറഞ്ഞേരെ, ഞാൻ ഇവിടുന്ന് പോകും. അത് ഉറപ്പായ കാര്യാ. ഒന്നെങ്കിൽ ഞാൻ പുതിയ വീടെടുത്ത് മാറും, അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കണം. ഇനിയിപ്പം ഗംഗാധരേട്ടൻ പറഞ്ഞെന്നോ ആര് പറഞ്ഞെന്നോ ശിവേട്ടൻ പറഞ്ഞെന്നോ ഒന്നും ഞാൻ കേൾക്കത്തില്ല. എനിക്ക് പറ്റത്തില്ല ഇവിടെ. എന്നെ എല്ലാം കൂടി ഇവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് ഭക്ഷണം എടുത്തു തരാനേ ഇവിടെ ആർക്കും പറ്റത്തില്ല. അവളെ ആണെങ്കിൽ നോക്കാനോ ഒരു പനി വന്നതിന് അവളുടെ പുറകെ എല്ലാരും. പിന്നെ വേറൊരു കാര്യം അറിയാമോ? ആ ശരണ്യ എന്ന് പറഞ്ഞവൾ ഇവിടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കമലയ്ക്ക് ഇൻട്രസ്റ്റ് കൂടിട്ടോ. ഗോസിപ്പ് കേൾക്കാൻ ഇഷ്ടമാണല്ലോ നമ്മുടെ കമലയ്ക്ക്. അപ്പൊ അങ്ങനെ കമല ചോദിച്ചു, ശരണ്യ വന്നിട്ട് എന്താ അവൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുകയും വിളമ്പി കൊടുക്കുകയും ഊട്ടുകയും ഉറക്കുകയും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായോ? എന്നാലേ ശരണ്യോട് പറഞ്ഞ് ഇനിയെങ്കിലും രോഹിത്തിനെ നല്ല സോറി ഹരീനെ പുറത്തിറക്കാൻ പറ്റുമായിരിക്കുമല്ലോ. എന്റെ പൊന്നു കമലയിടത്തി ഒന്ന് മിണ്ടാതിരിക്കണുണ്ടോ? അവൾ ഇവിടെ വന്നത് എനിക്കിപ്പോ ഒരു തലവേദനയായിട്ട് മാറിയേക്കാം. അവൾ ഇവിടെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മുടെ 2 പയ്യന്മാര് ജയിലിലായത് ആര് കാരണോ? അവള് കാരണമല്ലേ. എന്നിട്ടോ ബാലചന്ദ്രനും മക്കളും കൂടെ അവളെ പിടിച്ച് സ്വീകരിച്ച് അകത്തിരുത്തിയേക്ക. അവളുടെ കനിവുകൊണ്ടാണ് പോലും എന്റെ മകൻ വെളിയിലിറങ്ങിയത്. ഇതൊക്കെ അവളുടെ കളികളാണെന്നേ. ആ അലീന കളിയുടെ കളി അവളാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. നോക്കിക്കോ, അതിനുവേണ്ടിയുള്ള കളി തന്നെയാ ഇത്. ഞാനിത് സമ്മതിച്ചു കൊടുക്കത്തില്ല. ഞാൻ ഇവിടെ നിന്ന് അവളെ അടിച്ചിറക്കിയില്ലെങ്കിൽ നോക്കിക്കോ, ഉറപ്പായിട്ടും അവൾ ഇവിടെ നിന്ന് അടിച്ചിറക്കിയില്ലെങ്കിൽ ഞാൻ വേറെ വീട് മാറും, ഡിവോഴ്സിനും കൊടുക്കും. ഏതായാലും ആങ്ങളമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. കമലയാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ടും എന്താ പറയാ, കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെ നടക്കാണ്. നമ്മുടെ കമലയ്ക്ക് ഇനിയിപ്പം ബാലചന്ദ്രനും വൈജയും ഡിവോഴ്സ് ആയാൽ എന്താ കുഴപ്പം? അവർക്ക് അതല്ലല്ലോ. നമ്മുടെ ഹരീനെ എങ്ങനെയും ഒന്ന് വെളിയിൽ ഇറക്കിയാൽ മതിയല്ലോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനെ കിച്ചണിലേക്ക് കയറി ചെല്ലാണ് കേട്ടോ. കിച്ചണിലേക്ക് കയറി ചെന്നിട്ട് ബബിതേനെയും അതുപോലെ കൃഷ്ണമോളെയും വെളിയിലാക്കാണ്. അങ്ങനെ മതി ഭരണം മതി, എനിക്ക് ഇപ്പൊ അസുഖമൊന്നുമില്ല, മര്യാദയ്ക്ക് രണ്ടുപേരും വെളിയിൽ ഇറങ്ങിപ്പോക്കോ, എക്സാം വരാൻ പോവാണ്, മര്യാദയ്ക്ക് പോയി പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണനെയും ബബിതേനെയും വെളിയിലൊക്കെ ആക്കുന്നുണ്ട്. ഇതിനിടയിൽ രേവതിക്കുട്ടി നമ്മുടെ അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചിന്നുമോളെ ദത്തെടുക്കാനായിട്ട് ഒരു സ്ത്രീ വന്നായിരുന്നല്ലോ. അപ്പൊ ആ കാര്യം ആ സിസ്റ്റർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്കുട്ടി ഭയങ്കരമായിട്ടും ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലീനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അവരവിടുന്ന് പുറപ്പെടുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീനയെ കാണാനായിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അലീനയുടെ കഥയിലെ അപ്കമിങ് വിശേഷം നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് ചാനലിന്റെ പേര്. നമ്മൾ ഇതിൽ തന്നെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റിലൊക്കെ കയറി നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.